വീഡിയോ ഇട്ടിട്ട്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 2 മാസമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ഇനിയിപ്പോൾ ഇടണ്ടാന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിച്ചു എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്തല്ലേ ഇടാന്ന്. ഇതൊരു 2 മന്ത്സ് മുന്നേ, അതായത് ഓണത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇത്രയും ടൈം എടുത്തു ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇഷ്യൂസും കുറേ കാര്യങ്ങളും വർക്കിൻ്റെ ബിസി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തിരക്കായിരുന്നു. നമുക്ക് സമയം ഒട്ടും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഡിലേ വന്നത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അത് വേറൊരു സത്യം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊരു സാറ്റർഡേ ഓർ സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബെഡൊക്കെ വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കും നീറ്റായിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് ഇതിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടും. അതൊക്കെയാണ് എൻ്റെ ഒരു യൂഷ്വൽ റൊട്ടീൻസ് സാറ്റർഡേ സൺഡേ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ. ബിക്കോസ് എനിക്ക് റൂം നീറ്റാക്കി വെച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഹലോ, അപ്പോൾ ഞാൻ വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷായി, കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു, കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റായി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ലിപ് ഗ്ലോസ് ഇട്ട്, കണ്ണെഴുതി, പൗഡർ ഇട്ട്. കുറച്ച് നാൾ മുന്നേ ഇല്ല എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ദോശയായിരുന്നു. വീട്ടിൽ വെച്ച് എനിക്ക് ദോശ ഇഷ്ടമുള്ള സാധനമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഫുള്ള് ഞാൻ ദോശയായിരുന്നു എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ദോശയിൽ ഇഡലിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഓരോ ദിവസം ഇഡലി ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തെളുപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടങ്ങ് വെച്ചാൽ മതി. ദോശ ഇങ്ങനെ പരത്തേക്ക് നിന്ന് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, അതിൻ്റെ പുറകെ കരിയുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ. ഇതാവും ഒന്നും നോക്കണ്ടാറ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇഡലി ഉണ്ടാക്കാം. ഇഡലി ഈസ് ദ വെരി ഈസിയസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പം ഞാൻ ഇനി ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഇത് ഡിസ്റ്റർബൻസ് ആയാലും എന്ന് എനിക്ക് അറിയുന്നില്ല ഈ സൗണ്ട്. നമുക്ക് ഇഡലി ഉണ്ടാക്കി കൊടുക്കും. ഇഡലിക്ക് മാവ് ഒഴിക്കാം. ഇതെന്താ കുക്കിംഗ് ക്ലാസ്സോ? ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്ത് എടുത്തിട്ടാണ് വെള്ളം ഒഴിച്ചില്ല. സോറി, വെള്ളം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ചെയ്തത്. ഇപ്പം ഞാൻ ആകെ ടെൻഷൻ ആയതുകൊണ്ടാണ്. ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ ലെയർ നിർത്തിയിട്ട് ഒഴിക്കത്തുള്ളൂ. കാരണം എനിക്ക് അത്രയും ഭയങ്കര നമുക്ക് വെക്കാം. ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. ഇതാണ് ആദ്യം വെക്കേണ്ടത്. ഇതിനി അവിടെ ഇരുന്ന് അങ്ങോട്ട് ചട്നിയാണ്. എനിക്ക് ഇഡലിയും സാമ്പാറും ചട്നി ഇത് 3 കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാമ്പാർ ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കിന്നില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഈസി കുക്കിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഞാൻ ഈസി ആയിട്ട്, അത് ഭയങ്കര ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് ഞാൻ എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എനിക്ക് എൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. 2 ഇൻഗ്രീഡിയൻറ്റ് മതി. പക്ഷെ നമുക്ക് ഞാനിങ്ങനെ ഭയങ്കര വിശാലമായിട്ട് ലാവിഷായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മോഡാണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. ചെറിയ ഉള്ളി, പച്ചമുളക്, കറി ലീവ്സ്, ഇഞ്ചി ഇത്രയും ചേർത്തിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് എനിക്ക് ചെറിയ ഉള്ളി പുളിക്കാനൊന്നും ഉള്ള മൂടില്ല. അതുകൊണ്ട് ഞാൻ ഇഞ്ചി മാത്രം വെച്ച് എങ്ങനെ വെരി ടേസ്റ്റി ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇഞ്ചി മാത്രമല്ല, പച്ചമുളകും കറി ലീവ്സും ഉണ്ട്, അതിടാം. അത് മാത്രമായിട്ട് എങ്ങനെ ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി. കറി ലീവ്സ്, 2 പച്ചമുളക്, ഇഞ്ചി ഞാൻ കട്ട് ചെയ്ത് ഇത്രയും മതി നമുക്ക്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണം. അതായത് എത്ര തേങ്ങായിട്ട് അത്രയും തേങ്ങ. ഞാനിനി ഇത് ബാക്കി വെക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് ഇതിപ്പോൾ ഞാൻ ആ സാധനം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം ഒരിത്തിരി ഒഴിച്ചാൽ മതി, ഒരുപാട് വെക്കണം. ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കണം. ക്രഷ് ചെയ്യണം. നല്ല വൃത്തിനെ അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അരയണോ അത്രയും വെച്ചാൽ മതി. നമ്മുടെ ഇഡലി ഇവിടെ ആവുന്നുണ്ട്. നമുക്കപ്പോൾ ഈ മുളക്, പിന്നെ സോറി ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് ഇടാൻ മറന്നുപോയി. അത് ഇത്രയും മതി. ഉപ്പ് ഞാൻ ഇടാൻ മറന്നുപോയതല്ല, ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പിടാറില്ല. ഞാൻ യൂഷ്വലി ഇതിനകത്ത് ആക്കുമ്പോൾ ഉപ്പിടാറ്. പിന്നെ നമുക്ക് എണ്ണ വേണം. ഇട്ടുണ്ട് നോക്ക്, നല്ല സെറ്റ് ചമ്മന്തിയാണ്. കാരണം ആ പച്ചമുളക് അരച്ചതുകൊണ്ടാണ് ആ ഒരു നല്ല ചൂട് പറക്കുന്ന ഇഡലി റെഡി. ഇഡലി ഇവിടെ ഒന്നിരുന്ന് കുറച്ച് നേരം തണുക്കുമ്പോൾ ഇതിനകത്ത് ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം.
കുറച്ചൊരു ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കോൾ വന്നു. രാവിലെ സൺഡേ ആകുമ്പോഴത്തേക്ക് രാവിലെ അമ്മ വിളിക്കും. അപ്പം വീട്ടിൽ സംസാരിച്ച് അതെല്ലാം ആ സമയത്തൂടെ ഞാൻ അമ്മയോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൂടെ ഇഡ്ഡലിയെല്ലാം ഞാൻ എടുത്ത് വെച്ച് ചായ ഉണ്ടാക്കി, ചായ എല്ലാം സെറ്റാക്കി, എല്ലാം കഴുകി, സിങ്കെല്ലാം വൃത്തിയാക്കി, പാത്രം എല്ലാം എടുത്ത് തുടച്ചകത്ത് വെച്ചു. എനിക്കിങ്ങനെ ഈ സ്ലാബിന് പോലത്തെ കുറേ സാധനങ്ങൾ വെക്കുന്നതോ പാത്രങ്ങൾ വെക്കുന്നത് അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. ഞാൻ എപ്പോഴും ഇതിങ്ങനെ എം ടി ആക്കിയിടും. ആ ഇഡ്ഡലിയുടെ സാധനം ഞാൻ കഴുകി അവിടെ വെച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി ഇഡ്ഡലി ആ ബാലൻസ് മാവുള്ളത് ഉണ്ടാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ കഴുകിയിട്ട് ഒരുമിച്ച് അത് തുടച്ച് വെക്കുക. അതുകൊണ്ട് ആ പാത്രം മാത്രം ഞാൻ ഇവിടെ വെച്ചു. ബാക്കി എല്ലാം കഴുകി തുടച്ച് അകത്ത് വെച്ചു. സിങ്കെല്ലാം കഴുകി നീറ്റാക്കി. പിന്നെ അത് മറ്റേ നെത്തോലി എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നെത്തോലി തോരനും ഫ്രൈയും ചോറും ഉണ്ടാക്കാം ഉച്ചയ്ക്ക്. അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് എടുത്തിട്ട് പോവാം, റൂമിൽ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ കഴിച്ച് തീർക്കണം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യണം. റൂമിൽ തന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ ഈവനിങ് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നടക്കുമെന്നുള്ള അറിയില്ല. നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ചിരുന്നപ്പോഴേ ഇഡ്ഡലിയും ദോശയൊക്കെ ഒരു ഭയങ്കര ഹെവി പണിയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ ഞാനത് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഈ കുറച്ച് നേരം കിടന്നിടപ്പോൾ ഫോൺ നോക്കണം. എന്നും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പം അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നെത്തോലി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നെത്തോലി എനിക്ക് ഭയങ്കര നെത്തോലി ഫ്രൈയും നെത്തോലി തോരനും ഭയങ്കര ഇഷ്ടം. നിങ്ങളുടെ നാട്ടിൽ തോരനാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ കൊല്ലം സൈഡിൽ അത് തോരനെന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉടച്ചത്, കറി ലീവ്സ്, ഒരു 2 മറ്റേ നമ്മുടെ ഇതെന്താ ഈ പുളിയുടെ പേര് എന്ന് അറിയില്ല, കൊടുമ്പുളി. ഓക്കെ, യെസ്. അപ്പോൾ കൊടുമ്പുളി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്നും മിക്സ് ആക്കണം. ആ ഫിഷ് അതിനകത്തുണ്ട്. നല്ല പോലെ മിക്സ് ആക്കിയിട്ട് തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ പറയാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങ എല്ലാം കൂടി ഇട്ട് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഉപ്പിടണം, മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റിൻ പീസാക്കി വെക്കുക. അതിനുശേഷം അതെടുത്തിട്ട് കുക്ക് ചെയ്യുക. ജസ്റ്റ് അടച്ച് വെച്ച് നല്ല വേവിച്ചിട്ട് നല്ല ഡ്രൈ ആവുന്നിടം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ അത്ര എൻ്റെ ഫേവറേറ്റ് ആണ് നെത്തോലി ഫ്രൈയും. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് കണ്ടു. ഈ ഒരു രീതിയിൽ വരും, നല്ല ടേസ്റ്റ്. ഇത് കുറച്ച് ഇപ്പം വെള്ളമുണ്ട്, അത് കുറച്ച് നേരം കൂടെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആവും. അപ്പോൾ അതിന് ശേഷം ഞാൻ മറ്റേ സംഭാരം ഉണ്ടാക്കി, മോര് കേട് വെച്ചിട്ട് ഞാൻ സംഭാരം ഉണ്ടാക്കി. അതിനുശേഷം ഇതായിരുന്നു എൻ്റെ തോരൻ്റെ അവസ്ഥ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലഞ്ച്. അപ്പം അതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ 2 ദിവസം മുന്നേ ഡേറ്റോഡിൽ പോയിട്ട് കുറേ സാധനം മേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങളിങ്ങനെ വീട്ടിലേക്കുള്ള ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ, ലൈക്ക് കുക്ക് ചെയ്യുന്ന പാത്രങ്ങളല്ല, നമുക്കിങ്ങനെ ഷോയ്ക്ക് വെക്കുന്ന കുറേ പാത്രങ്ങൾ കിട്ടില്ല. അതൊക്കെ മേടിക്കണമെങ്കിൽ ഡേറ്റോഡേ നല്ലൊരു ഓപ്ഷനാണ്. ആ സാധനങ്ങളൊക്കെ ഡേറ്റോഡേ നിന്നായിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റെസ്റ്റ് ആണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം വൈകിട്ട് കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹലോ. അപ്പം ഞാൻ എന്തായിരുന്നു, ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുന്ന കാണിച്ചിട്ട് പോയതല്ലേ വ്ളോഗ്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഓണത്തിൻ്റെ 2-3 എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ ഇട്ടേക്കിനെ വന്നിട്ട് വേണം മടക്കി വെക്കാൻ. ഞാൻ ഇന്ന് പുറത്ത് പോയി ചായ കുടിക്കാൻ വേണ്ടി, കാരണം ഇന്ന് സൺഡേ എവിടെയും പോയില്ല. എനിക്ക് റിഗ്രറ്റ് അടിച്ചാലോ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഞങ്ങൾ ചായ കുടിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഫോട്ടോ എടുക്കാനായിരുന്നു പരിപാടി. പക്ഷേ പുറത്ത് പോയി ഫോട്ടോ എടുപ്പ് റെഡി ആവില്ല, വിയർക്കും ഡ്രസ്സ് ഇട്ടിട്ട്. ഹലോ. എൻ്റെ നെയിൽ പോളിഷ് എൻ്റെ ഡ്രസ്സും കൂടെ മാച്ച് ഉണ്ടെന്ന്. കുറേ നാൾ ലൊക്കേഷൻ നെയിൽ പോളിഷ് ഇടുന്നു. അപ്പം ഞാൻ കെട്ടിയൊരുങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോവുകയാണ്. ചായ കുടിക്കാൻ എനിക്ക് ഈവനിങ് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ഈവനിങ് ഒന്ന് പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ് എനിക്ക് വീക്കെൻഡിലെ ഈവനിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മുടെ കരാമയിലൊക്കെ ഒന്ന് പോയി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ്. അപ്പം ഞാൻ നേരെ പൊക്കഞ്ഞ് ആരാമത്തിലാണ്. ആരാമത്തിൽ ചായയൊക്കെ കുടിച്ചു. ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് കുറച്ചധികം സമയമായി. എനിക്ക് അറിയില്ല, കുറേ നാൾ കൂടിയിട്ട് പുറത്ത് കുറേ സമയം നിന്നതുകൊണ്ടാണോ പിന്നെ ആ ആരാമത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്
എന്തോ ഒരു സൗണ്ട് ആയിരുന്നു അവിടെ, അതാണോ എന്ന് അറിയത്തില്ല. എൻ്റെ കിളി ഇത്രയും പോയി. എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നത്, ലൈക്ക് മൈഗ്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലവേദന ഇല്ലേ, ഇങ്ങനെ രണ്ട് സൈഡും കൂടെ എന്തോ പ്രാന്തെടുക്കുന്ന പോലെ തലവേദന. ഞാൻ വന്നിട്ട് ഇവിടെ അങ്ങനെ കിടന്നു ഈ സോഫയിൽ. ഇപ്പോഴാണ് എണീറ്റ്. അപ്പോഴാണ് ഞാൻ ഓർത്തെ വ്ളോഗ്. അയ്യോ, എനിക്ക് ഭയങ്കര പുറത്തിറങ്ങിയിട്ട് ആ ചൂടും, പിന്നെ ആരാമതി പോയിട്ട് അവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഇത്രയും സൗണ്ട് ഉണ്ടാവുമോ? അപ്പോൾ എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല ഇങ്ങനെ ടപ്പ് ടപ്പ് ഇടിക്കുന്നു. എനിക്കെന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാനാകെ എക്സോസ്റ്റഡ് ആയിപ്പോയി. ഇനി എനിക്ക് എനർജി ഇല്ല, തീരെ എനർജി ഇല്ല എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫോണും കൂടെ നോക്കി, അല്ലെങ്കിൽ ഇനി ഞാൻ വീണ്ടും സ്ട്രെയിൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറച്ച് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഉണ്ട്, കുറച്ച് ഞാൻ ഇട്ട ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി വെക്കാനും ഉണ്ട്, ഫോട്ടോ എടുത്തത്. അതെല്ലാം ചെയ്തിട്ട് കിടക്കാൻ പോകുന്നു. ബാക്കി സീനൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്ക് വയ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഒന്നുമില്ല, ഇനി ഞാൻ കുറച്ചും കൂടെ ഒക്കെ നന്നാക്കി സെറ്റായിട്ടൊക്കെ വീഡിയോ ചെയ്യാം. ഇന്ന് ആരാമത്തെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളിയെല്ലാം പറന്നു. അവിടെയാണ് എൻ്റെ എനർജി ഫുള്ള് ഡ്രെയിൻ ആയിപ്പോയത്. ബൈ, സി യു, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയിട്ട് രാത്രി ആകെ ഫുള്ള് പ്രശ്നമായിരുന്നു. എനിക്ക് ഭയങ്കര വയ്യായിരുന്നു, തലവേദനയൊക്കെ ആയിരുന്നു. അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണിത്. എനിക്ക് ഫുള്ള് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഫുള്ള് ഫ്ലൂ അല്ല, പനിയായി, ആകെ ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ കിടപ്പായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഞാനെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആണ്, ഒരു വ്ലോഗ് ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ലാസ്റ്റത്തെ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്തുള്ളൂ. ലാസ്റ്റത്തെ വ്ലോഗ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ എടുത്തത് ഞാനൊരു 3-4 ദിവസമായിട്ട് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. പനിയെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ വെള്ളം കുടിക്കുന്നില്ലായിരുന്നു. ബട്ട് ബോഡി ഫുള്ള് ഡീഹൈഡ്രേറ്റഡായി നിങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ട് കുറേ ദിവസമായി. ഇടയ്ക്ക് ഒരു ദിവസം ഒന്നും ഓക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നാണിപ്പം പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ ലേറ്റായിട്ടാണ് പോകുന്നത്, കാരണം എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നല്ല ചൂടാണ്, കൊടും ചൂടാണ്. നമ്മൾ വിചാരിക്കും എ സി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാത്ത ഫീലൊന്നും തോന്നില്ല. പക്ഷെ നന്നായിട്ട് വെള്ളം കുടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ പോലെയൊക്കെ ആവും. അങ്ങനെ കുറച്ച് ദിവസമായിട്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, ട്രസ്റ്റും ഒക്കെ ആയിരുന്നു. ആയിട്ട് ഇന്ന് ഞാൻ പോവും, എനിക്കൊട്ടും പോകാൻ വയ്യ. പിന്നെ നാളെയും പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നെന്തായാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകുന്നത്. എനിക്കൊരു ബസ്സുണ്ട്, എത്ര 9:15 എങ്ങോട്ടൊരു ബസ്സുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു വീക്കിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. 2 monthsന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, നോർമലാണ്, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ട് എനിക്ക് അൺഫോർച്യുനേറ്റ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ബാക്ക് ടു ബാക്ക് ബിസി ആയി പോയി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം. കീപ്പ് ഇൻ ടച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.